ത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം. നാളെ രാവിലെ ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ എഴുന്നേക്കണേ ചെറുപ്പക്കാരാ, ഒന്നെഴുന്നേറ്റിട്ട് വീട്ടിൽ നിന്ന് ഈ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് വെളിയിൽ നിന്ന് ഒളിവെടുത്തിട്ട് ഈ പള്ളിയുടെ കവാടം കയറുമ്പോൾ പള്ളിക്കകത്തേക്ക് വലത് കാല് വെച്ച് കയറുമ്പോ ഒന്ന് കണ്ണു തുറന്നു നോക്ക് ചെറുപ്പക്കാരാ, നിൽക്കുന്നുണ്ടടാ പൊന്നുപോലെ വാപ്പാസിറായി. ഈ പള്ളിയുടെ കവാടത്തില് നീ നിസ്കരിക്കാൻ കടന്നു വരുമ്പോ ചിരിക്കുന്നു മുഖത്തോട്, നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് നിന്റെ ചെവിയിൽ പറയുന്നുണ്ട്, വാപ്പാ ഈ നമസ്കാരം നിലനിർത്തിയ എന്നെ ഇതുപോലെ മരിക്കുന്ന സമയത്തും കാണാവുപ്പോ. ഇന്നത്തെ ദിവസം 5 നേരം ഈ ലോകത്തുള്ള സർവ്വ മുസ്ലിമിനോട് ഇസ്രായേൽ പറയുന്നുണ്ട്, നമസ്കരിക്കാതെ പള്ളിയുടെ മുന്നിലൂടെ പോകുന്നവനോട് ഇസ്രായേൽ അവിടെ നിന്ന് വിളിച്ചു പറയും, നടന്നോടാ, അല്ലാഹനെ മറന്നുകൊണ്ട് നടന്നു, ധിക്കാരിയെ പോലെ നടന്നു. ഒരു ദിവസം നിന്റെ മുന്നിൽ ഞാൻ വരും, എന്നെ കണ്ടിട്ട് പേടിച്ചിട്ട് കിടന്ന കിടപ്പിൽ കടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് നിനക്ക് ചാകേണ്ടി വരുമടാ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ ഇവനോട് പറഞ്ഞതാ, എന്നിട്ടും ഇവൻ അനുസരിച്ചില്ല നബിയേ, ഇവനോട് കരുണയില്ല, ഇവിടെ നിന്നിറങ്ങിപ്പോകുമോ നബിയേ, ഇവന്റെ അടുക്കൽ നിൽക്കല്ലേ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങുകയാ. അള്ളാന്റെ റസൂല് കരഞ്ഞുകൊണ്ട് വെളിയിലിറങ്ങിയിട്ട് അവിടെ നിന്ന് ചോദിച്ചു, മലക്കുൽ മൗത്ത് ഇസ്രായീലേ, ആരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ? ഈ ലോകത്ത് ആരുടെയെങ്കിലും റൂഹ് പിടിക്കാൻ പോകുമ്പോ നീയൊന്ന് ചിരിക്കുമോ ഇസ്രായീൽ? അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കൊരു കൂട്ടുകാരനുണ്ട് നബിയേ. പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കുന്ന വാപ്പാ, കളയാകാതെ നിസ്കരിക്കുന്ന പെങ്ങളെ എങ്ങനെ വരുമെന്നറിയുമോ? ഇന്നല്ലദീന തതവഫാഹുമുൽ മലായികതി തയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും. വീടിന്റെ മുന്നിൽ വന്നിട്ട് ഇസ്രായേൽ പറയുന്നു, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്. സലാം പറഞ്ഞിട്ടാ കടന്നു വരുന്നത്. പഠിച്ചവരെ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. മരണവേദന വല്ലാത്ത വേദനയാ. വാപ്പാ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ കൊതിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ശപിക്കപ്പെട്ട ശൈത്താൻ പടച്ചവരെ മരിച്ചുപോയ നിന്റെ മാതാപിതാക്കളുടെ രൂപത്തില് കയ്യില് വെള്ളം പിടിച്ചുകൊണ്ട് നിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, മോനെ കുടിക്കാ വെള്ളം തരാ. വാപ്പയാ പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയില്ലേ. നമ്മുടെ മാതാപിതാക്കളുടെ രൂപത്തിൽ ശപിക്കപ്പെട്ടവൻ നമ്മളെ ചതിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോ വേച്ച് നടന്ന് പള്ളിയിൽ വന്ന് നിസ്കരിച്ചത് വെറുതെയാണെന്ന് തോന്നുന്നു. വാപ്പാ പള്ളിയിൽ വന്ന് നിസ്കരിച്ചത് വെറുതെയാണെന്ന് തോന്നുന്നു. ഇസ്രായേൽ പറയുന്നു, യാ റസൂലല്ലാഹ്, തൊണ്ടക്കുടികളുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ നീ പേടിക്കണ്ട, നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാ. നിന്റെ വാപ്പയോ നിന്റെ മക്കളോ നിന്റെ കൂടപ്പുറപ്പോ ഭാര്യ മക്കളോ ആരുമില്ലെങ്കിലും നീ ഭയപ്പെടണ്ട. നിന്റെ തൊണ്ടക്കുടികളുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ നിന്റെ തലയുടെ വലത് ഭാഗത്ത് നിന്നിട്ട് ഇസ്രായേൽ പറഞ്ഞു തരും, പറവുപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്രായേൽ പറയുമെന്ന് പറയടാ, റൂഹ് പിടിക്കട്ടെ, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ. ഞാൻ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരരാ. അതുകൊണ്ട് പറഞ്ഞോരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇസ്രായേൽ പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.